ഇതൊരു ചെറിയ ബിസിനസ് അവസരമായിട്ട് നിങ്ങൾ കാണരുത്. നിങ്ങൾക്കിത് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഇതിനൊരു വില കാണില്ല. ഈ ആപ്ലിക്കേഷനിൽ പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി, ആ കമ്പനിക്ക് ഇന്ത്യയിൽ 82,000 കോടി ആസ്തിയുണ്ട്. അത് തന്നെയല്ല, ഈ ആപ്ലിക്കേഷന് ഏതൊരു സാധാരണക്കാരനെയും കോടീശ്വരനാക്കാൻ, അവൻ്റെ സ്വപ്നങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ കഴിയുന്ന അത്ര പവർഫുൾ പ്ലാനാണ് ഈ ആപ്ലിക്കേഷൻ. ഈ കമ്പനിക്ക് 82,000 കോടിയുടെ ഈ സ്വത്ത് മാത്രമല്ല ഉള്ളത്. ഈ കമ്പനി ഇന്ത്യയിൽ വന്നിട്ട്, ഈ ഗ്രൂപ്പ് KK മോദി ഗ്രൂപ്പ് ഇന്ത്യയിൽ വന്നിട്ട് വർഷങ്ങളായി. 1934 അവർ ഒരു ഷുഗർ ഫാക്ടറി തുടങ്ങിയിട്ട് ഇന്ത്യയിൽ വരുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ മാത്രമാണ് കേട്ടോ, ആ കമ്പനിയുടെ മാത്രമാണ് 82,000 കോടി രൂപ ആസ്തി. അതുമാത്രമല്ല, ഇവിടെ മോഡി ഗാർഡ് ഗ്ലാസ്, മോദി ടയർ, മോഡി ലുഫ്താൻസ ആയിട്ടൊരു എയർ സർവീസ് ഉണ്ടായിരുന്നു ഇവർക്ക്, ഇപ്പോൾ നിലവിലില്ല. പിന്നെ മോദി ത്രെഡ്, അതുപോലെ തന്നെ 120ഓളം രാജ്യങ്ങളിൽ ബിസിനസ് നടത്തുന്ന ഒരു കമ്പനിയാണ്. ടാറ്റ, ബിർള, അംബാനിയൊക്കെ പോലെ ഇന്ത്യയിലെ ഒരു വലിയ കമ്പനിയാണ് KK മോദി ഗ്രൂപ്പ്. നിങ്ങൾ ഗൂഗിളിൽ ചെയ്താൽ അറിയാൻ പറ്റും. അതുമാത്രമല്ല, ഈ KK മോദിയെ 2022 ഇന്ത്യൻ ഗവൺമെൻറ് സ്റ്റാമ്പിൽ ഫോട്ടോ വെച്ച് ആദരിച്ചു. ആളുടെ ഫാദറുണ്ട്, ഗുജറാൾ മോദി. ആളാണ് ഈ പ്രസ്ഥാനം ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ഈ ഗുജറാൾ മോദീനെ ഇന്ത്യൻ ഗവൺമെൻറ് പത്മഭൂഷൺ കൊടുത്തിട്ട് ആദരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഗൂഗിളിൽ കൃത്യമായിട്ടുണ്ട്. നിങ്ങൾ സെർച്ച് ചെയ്താൽ അത് എന്തിനൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാം. 1934 ഒരു ഷുഗർ ഫാക്ടറി ആരംഭിച്ചിട്ടാണ് ഇവർ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബിസിനസ് തുടങ്ങുന്നത്. ഇപ്പോൾ ഒട്ടനവധി ബിസിനസ്സുകൾ 120ഓളം രാജ്യങ്ങളിലാണ് ഇവരുടെ ബിസിനസ് ഉള്ളത്. സിഗരറ്റ്, ബീവറേജസ്, വളം, കോസ്മെറ്റിക്സ്, അങ്ങനെ ഒട്ടനവധി ബിസിനസ്സുകളുണ്ട് ഇന്ത്യയിൽ. ഈ ആപ്ലിക്കേഷൻ മാത്രമല്ല അത്. ഈ ആപ്ലിക്കേഷൻ്റെ കമ്പനിക്ക് മാത്രം 82,000 കോടി ആസ്തിയുണ്ട്. ഈ കമ്പനി തുടങ്ങുന്നത് 1996 ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം 28 വർഷമായി. ഇന്ത്യയിൽ തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുമാനം വാങ്ങിക്കുന്നൊരു കമ്പനിയാണ്. കോടികളും ലക്ഷങ്ങളും വാങ്ങിക്കുന്നൊരു കമ്പനിയാണ്. അതും സാധാരണക്കാരെയാണ് കോടീശ്വരന്മാരാക്കിയത്. ഒരു വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ആൾക്കാർ വരെ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കുന്നുണ്ട് ഈ ബിസിനസ്സിൽ നിന്ന്. ഇതൊരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയാണ്. ഇവരുടെ മാർക്കറ്റിംഗ് രീതി എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. ഡയറക്റ്റ് സെല്ലിങ്ങും ട്രഡീഷണൽ സെല്ലിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രഡീഷണൽ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് 100 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ കമ്പനിയുടെ ലാഭം അടക്കം 35 രൂപയാണ് കമ്പനിക്ക് ചിലവാകും. നമ്മുടെ കയ്യിലെത്തുമ്പോൾ അത് 100 രൂപയാവും. നമ്മൾ ഈ അധികം കൊടുക്കുന്ന 65 രൂപ പോകുന്നത് 50 രൂപയോളം പരസ്യങ്ങൾക്ക്, പിന്നെ പോകുന്നത് ഇടനിലക്കാർക്കാണ്. ക്ലിയർ ആൻഡ് ഫോർവേഡിങ് ഏജൻറ്റ്, സ്റ്റോക്കിസ്റ്റ്, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിലർ, റീറ്റെയിലർ, അങ്ങനെ ഇടനിലക്കാർക്കാണ് പിന്നുള്ള പൈസ പോകുന്നത്. നമ്മുടെ കയ്യിലെത്തുമ്പോൾ ആ പ്രൊഡക്റ്റിന് 100 രൂപ, 35 രൂപയുടെ പ്രൊഡക്റ്റിന്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ കമ്പനി 35 രൂപയ്ക്ക് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് നമ്മളിലൂടെ വിപണനം ചെയ്യുന്നു, ഇടനിലക്കാരില്ലാതെ. അപ്പോൾ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന പൈസ നമ്മളിലേക്ക് കമ്പനി തിരിച്ചു തരുന്നു. ഇതിനാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. 12 വ്യത്യസ്ത രീതികളിലാണ് നമ്മളിലേക്ക് വരുമാനം വരുന്നത്. സിമ്പിളാണ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു സിനിമ കണ്ടിറങ്ങുന്നു, ആ സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുമ്പോൾ ആ സിനിമ വിജയിക്കുന്നു. അവിടെ നമുക്കൊരു ലാഭം കിട്ടില്ല. അതിൻ്റെ സംവിധായകനും അതിൻ്റെ ആൾക്കാർക്കും പ്രൊഡ്യൂസർക്കൊക്കെയാണ് അതിൻ്റെ ലാഭം കിട്ടുന്നത്. നമ്മളവിടെ പരസ്യക്കാരാവുന്നുണ്ട്, പക്ഷെ നമുക്കതിനകത്ത് 1 രൂപ ലാഭമില്ല. ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് നോക്കുന്ന പ്രൊഡക്റ്റ്, ഇതിൻ്റെ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഗുണങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവർ ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചാൽ നമ്മൾ ആ പ്രൊഡക്റ്റ് വിൽക്കാൻ കാരണക്കാരനായതുകൊണ്ട് കമ്പനി അതിൻ്റെ ഒരു ലാഭം നമുക്ക് തരുന്നു. KK മോദി ഗ്രൂപ്പ് നമുക്ക് ഈ അവസരം തന്നത് ഫ്രീ ആയിട്ടാണ്, 1 രൂപ മുതൽ മുടക്കില്ലാതെ. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, നമുക്കൊരു സ്പോൺസർ ID ഉണ്ടാവും. ആ സ്പോൺസർ ID വെച്ചിട്ട് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. എൻ്റെ സ്പോൺസർ ID വെച്ചിട്ട് നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് സെയിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഫസ്റ്റ് ടൈം റീറ്റെയിലിംഗായിട്ട് 20% കമ്പനി ഡയറക്റ്റ് തന്നെ ഉണ്ട്. അല്ലാതെ തന്നെ ഒരു ഇൻകം എനിക്ക് കിട്ടും. അതുമാതിരി 12 സ്റ്റേജിൽ ഇൻകം ഉണ്ട്. അപ്പോൾ നിങ്ങൾ വിൽക്കുന്നതിൻ്റെ ഒരു കമ്മീഷൻ എനിക്ക് കിട്ടും. അതുപോലെ നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുടെ കമ്മീഷൻ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ ഒരു വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ വെറുതെ ഇരുന്നൊരു വരുമാനം നേടാം. നമുക്കൊരു വലിയ ഗ്രൂപ്പ് അവർ വിൽക്കുന്ന പ്രൊഡക്റ്റിൻ്റെ, അല്ലെങ്കിൽ അവർ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു കമ്മീഷൻ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അത് നമുക്ക് അൺലിമിറ്റഡാണ് വരുമാനം. എത്ര രൂപ എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ടീം എത്ര വലുതാവുന്നോ അതിനനുസരിച്ച് നമുക്ക് വരുമാനം കൂടി കിട്ടും. നമ്മൾ നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏത് ബിസിനസ്സിലായാലും നമ്മൾ ആ ബിസിനസ് ചെയ്യുന്ന ആളെ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് നഷ്ടമായിരിക്കും. അവൻ വലുതാവും, നമുക്ക്
ബിസിനസ് കുറയും. ഇതിനകത്ത് നമ്മുടെ കൂടെ വരുന്ന ഈ ബിസിനസ് ചെയ്യുന്ന നമ്മുടെ ഒരാളെ നമ്മൾ സഹായിച്ചാൽ, നമ്മൾ കൊണ്ടുവരുന്ന ഒരാളെ സഹായിച്ചാൽ അവൻ എത്രയും നന്നാവുന്നോ അതനുസരിച്ച് നമ്മൾ നന്നാവും. വേറൊരു ബിസിനസ്സിലും ഇങ്ങനൊരു പ്രത്യേകത ഇല്ല. നമ്മുടെ അതേ തൊഴിൽ ചെയ്യുന്ന ഒരാളെ നമ്മൾ നന്നാക്കി കഴിഞ്ഞാൽ നമ്മൾ നശിക്കുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ കൂടെ വന്ന ഒരാളെ നമ്മൾ പരമാവധി ഹെൽപ്പ് ചെയ്താൽ അവൻ നന്നാവുന്നതോടൊപ്പം നമ്മൾ നന്നാവും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഒരാളെ ജോയിൻ ചെയ്യിച്ചാൽ എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ മുകളിലുള്ള എല്ലാവരും വരും. ഈ അടിയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഇവരെ കൊണ്ട് ഹെൽപ്പ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും മുകളിൽ നിൽക്കുന്ന ലീഡേഴ്സ് ചെയ്തു തരും. ട്രെയിനിങ് ആയാലും എങ്ങനെയാണ് അത് വിജയിക്കുക എന്നുള്ള ഐഡിയാസും എല്ലാവരും അവർ പറഞ്ഞുതരും. ഭയങ്കര ഹെൽപ്പിംഗ് ആയിരിക്കും. ഓൾറെഡി വെറുതെ ഹെൽപ്പ് ചെയ്യുന്നതല്ല. ഇപ്പം ഞാൻ എൻ്റെ കീഴിൽ വന്ന ഒരാളെ ഹെൽപ്പ് ചെയ്താൽ എനിക്കത് കൊണ്ട് ഉപകാരമുണ്ട്. അവൻ നന്നായി കഴിഞ്ഞാലാണ് എനിക്ക് വരുമാനം കിട്ടുള്ളൂ. അവൻ്റെ ടീമിൻ്റെ ബിസിനസ് കൂട്ടിയാലാണ് എനിക്ക് വരുമാനം കിട്ടുള്ളൂ. അപ്പം ഞാൻ പരമാവധി അതിന് വേണ്ടി വർക്ക് ചെയ്യും. നമ്മൾ പൈസയ്ക്ക് വേണ്ടിയാണല്ലോ കൂടുതലും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പൈസ ഇടാൻ വേണ്ടി ഞാൻ പരമാവധി വർക്ക് ചെയ്യും. അപ്പോൾ ഫുൾ സപ്പോർട്ടുണ്ടാകും നമ്മുടെ മുകളിലുള്ള അപ്ലയൻസിൻ്റെ. അത് ഭയങ്കര പ്രത്യേകത. വേറൊരു ബിസിനസ്സിലും അങ്ങനൊരു ഇത് കിട്ടില്ല. പിന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടിയാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ നമുക്കത് തിരിച്ചു കൊടുക്കാം. ലോകത്ത് ചിലപ്പോൾ വേറൊരു കമ്പനി ഉണ്ടാവില്ല ഇതുപോലെ സംതൃപ്തിക്ക് ഗ്യാരണ്ടി ചെയ്യണത്. ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ടാർജറ്റ് ഒന്നുമില്ല. നമ്മൾ ഇത്ര പ്രൊഡക്റ്റ് എടുക്കണമെന്നോ ഇങ്ങനെ ടാർജറ്റ് ഫിൽ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് വരുമാനം കിട്ടുന്ന പ്രൊഡക്റ്റ് ബേസിലാണ്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട പ്രൊഡക്റ്റ് സാധനങ്ങൾ വാങ്ങിക്കാം. നമ്മുടെ ഡൗണിൽ വന്ന ആൾക്കാരെ കൊണ്ടും ആ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിപ്പിക്കുക. നമ്മൾ പുറമെ പോയി വാങ്ങിക്കുന്ന സോപ്പ്, പേസ്റ്റ്, ബ്രഷ്, അങ്ങനത്തെ സാധനങ്ങൾ, വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ 15 കാറ്റഗറിയിൽ ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്ക് കോസ്മെറ്റിക്സ് ഉണ്ട്, അതുപോലെ വസ്ത്രങ്ങളുണ്ട്, പിന്നെ വാച്ച് ഉണ്ട്, ഓർണമെൻറ്റ്സ് ഉണ്ട്. അതുമാതിരി ഒരു മിക്കവാറും കാറ്റഗറി പ്രൊഡക്ട്സ് ഉണ്ട്. അത് ഏകദേശം 1000-ഓളം പ്രൊഡക്ട്സ് ഉണ്ട്. അതും 100% സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി ഉള്ള പ്രൊഡക്ട്സാണ്. നമുക്ക് ഉപയോഗിച്ച് തിരിച്ചു കൊടുക്കുക. അപ്പോൾ തന്നെ അറിയാം ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്തോരം ഉണ്ടാവുന്നു. എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്ട്സ് മൊത്തം കമ്പനി തന്നെ മാനുഫാക്ചർ ചെയ്യുന്നത്. സ്വന്തം മാനുഫാക്ചറിങ് യൂണിറ്റുള്ള കമ്പനിയാണ് എല്ലാ പ്രൊഡക്റ്റും. ഇത്ര വിശ്വാസത്തോടെ സാറ്റിസ്ഫാക്ഷൻ ഗ്യാരണ്ടി കൊടുക്കണമെങ്കിൽ ആ പ്രൊഡക്റ്റിന് എന്തോരം ക്വാളിറ്റി ഉണ്ടാവുമെന്ന് അറിയില്ലേ. അതുമാത്രമല്ല ഫുള്ളും കെമിക്കലില്ലാത്ത പ്രൊഡക്റ്റുകളാണ്. പിന്നെ ഇക്കോ ഫ്രണ്ട്ലിയാണ്. ഉപയോഗിച്ച ശേഷം നമുക്ക് അതിൻ്റെ പ്ലാസ്റ്റിക് കവറും കുപ്പികളൊക്കെ കാട്ടിക്കളഞ്ഞാലും അത് മണ്ണിനോട് ലയിച്ചു പോകും. അതുമാതിരി തന്നെ എല്ലാ പ്രൊഡക്റ്റും കെമിക്കൽ ഇല്ലാത്ത പ്രൊഡക്റ്റുകളാണ്. നമുക്ക് മനുഷ്യന് ശരീരത്തിന് ഒരു ദോഷങ്ങളില്ലാത്ത, പ്രകൃതിക്കും ദോഷമില്ലാത്ത പ്രൊഡക്റ്റുകളാണ് അതിൻ്റെ. ഈ ബിസിനസ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ തലമുറയ്ക്ക് വരെ നമുക്ക് അതേ വരുമാനത്തിൽ തന്നെ കൈമാറാൻ പറ്റും. ഇപ്പം ഞാൻ ജോലി ചെയ്തു, എനിക്കൊരു വരുമാനം കിട്ടി തുടങ്ങി, ഞാൻ മരിച്ചു പോയാലും എൻ്റെ തലമുറയ്ക്ക് അതേ രീതിയിൽ തന്നെ അത് കൂടിക്കൂടി വരുള്ളൂ. ടീം വലുതാവുന്നതനുസരിച്ച് കൂടിക്കൂടി വരുന്ന ആ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. 1 രൂപ കുറയില്ല. ഞാൻ എന്ന് പറഞ്ഞാൽ പാസീവ് ഇൻകം. നമ്മൾ കുറച്ച് ടൈം വർക്ക് ചെയ്താൽ പിന്നെ നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരില്ല. നമ്മുടെ ടീം വർക്ക് ചെയ്തോളും. നമ്മൾ വീട്ടിലിരുന്ന് പൈസ വാങ്ങിക്കുക, എന്തെങ്കിലും പ്രൊഡക്റ്റൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുക എന്നുള്ളൂ. വേറെ പരിപാടികളൊന്നും ഇല്ല ഇതിനകത്ത്. എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര നല്ല അവസരമാണ്. ഇതിനകത്ത് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. നമ്മളിപ്പോൾ കൊടുത്തേണ്ട ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അവിടെ ഒരു MCI നമ്പർ കൊടുത്തിട്ടുണ്ട്. രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത MCI നമ്പർ സ്പോൺസറിൻ്റെ നമ്പറിൽ കൊടുക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾ 18 വയസ്സ് കഴിഞ്ഞെന്നുള്ള അതിൽ ഓക്കെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസും കുറച്ച് ID പ്രൂഫും ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുക്കണം. അത്രേ ഉള്ള പരിപാടി. ഒരു ഫ്രീ ആയിട്ടൊരു വലിയ അവസരം, ഏറ്റവും അടിപൊളി അവസരമാണ് നിങ്ങൾക്ക് മുന്നിൽ തന്നെ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് ഏതൊരു സാധാരണക്കാരനെയും വിജയിപ്പിക്കാൻ പറ്റുന്ന വലിയൊരു പ്ലാനാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടനിലക്കാർക്കും ഈ പരസ്യക്കാർക്കും കൊടുക്കണ കാശ് നമ്മളിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. അത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല. ആൾക്കാർ ഒരിക്കലും എങ്ങനെ ഇത്ര പേർക്ക് കാശ് കിട്ടണേന്നൊക്കെ നോക്കും. എന്ന് പറഞ്ഞാൽ ഒരു 35 രൂപ പ്രൊഡക്റ്റ് 100 രൂപയ്ക്ക് നമുക്ക് കിട്ടുമ്പോൾ 65 രൂപ ഇടനിലക്കാർക്ക് പോകുന്നതാണ്. ആ പൈസ നമ്മളിലേക്ക് കമ്പനി തിരിച്ചു തരുന്നു. അത്രേ ഉള്ളൂ ഇതിൻ്റെ മെത്തേഡ്. അല്ലാതെ വേറെ മാജിക്കോ സംഭവങ്ങളൊന്നുമില്ല. നമ്മുടെ സ്പോൺസറിങ് കൂടുന്നതനുസരിച്ച് വരുമാനം കൂടി കിട്ടും. അവരിൽ സ്പോൺസറിങ് മാത്രം നടന്നാൽ പോരാ, അവരിൽ ബിസിനസ്. എന്തായാലും ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഒരാൾ ഉപയോഗിച്ചാൽ വീണ്ടും അത് വാങ്ങിച്ച് ഉപയോഗിക്കും. അത്ര ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ദോഷമില്ലാത്ത പ്രൊഡക്റ്റുകൾ. അത് മാത്രമല്ല വേറെ ഒരുപാടുണ്ട്. വെൽനെസ് പ്രൊഡക്റ്റുകൾ, പ്രോട്ടീൻ പൗഡറുകൾ, അതുമാതിരി തന്നെ ഒരുപാട് ഐറ്റംസ്. എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ഐറ്റംസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത മാസമൊക്കെ കുറച്ച് പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓരോ മാസം പുതിയ പുതിയ പ്രൊഡക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ സിമ്പിളാണ്. നമ്മൾ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നേരെ അടിയിൽ രജിസ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് MCI നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ MCI നമ്പർ അടിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ പേര്, അഡ്രസ്സ്, കാര്യങ്ങളൊക്കെ കൊടുക്കുക, ID പ്രൂഫ്, നോമിനി, ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് സബ്മിറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്കൊരു MCI നമ്പർ കിട്ടും, ഒരു ID കിട്ടും. അപ്പോൾ നിങ്ങൾ അത് ജോയിനിങ് ആയി. അത്രയാണ് ജോയിനിങ്ങിൻ്റെ പ്രോസസ്സിങ് ഉള്ളത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ഹെൽപ്പിന് വേണമെങ്കിൽ ഞങ്ങളുണ്ട്. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ വലുതായാലും ഞങ്ങൾക്ക് ഗുണമുള്ളൂ. നിങ്ങളുടെ കീഴിൽ വന്ന ആൾക്കാർ വലുതായാലും നിങ്ങൾക്ക് ഗുണമുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഏത് സമയത്തും ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. കാണുമ്പോൾ ഒരു ചെറിയ ആപ്ലിക്കേഷൻ ആണെങ്കിലും കോടികൾ സമ്പാദിക്കാൻ പറ്റുന്ന വലിയൊരു പ്ലാനുള്ള ഒരു ബിസിനസ് അവസരമാണ്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്യുക. എല്ലാ സപ്പോർട്ടിനും ഞങ്ങൾക്ക് കൂടെയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.